മോർണിംഗ് വോയ്സ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ധ്യാനചിന്ത പങ്കുവയ്ക്കുന്നത് സുവിശേഷകൻ ജോൺസൺ സാം അടൂർ. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. കർത്താവിൻ്റെ ധന്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ പ്രഭാത വന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി വിശുദ്ധ ബൈബിളിൽ നിന്ന് ഒരു വാക്യം വായിക്കുകയാണ്. 40-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യം. ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തിരുന്നു, അവൻ എങ്കലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ഉണ്ട്. ഇത് തീർച്ചയായിട്ടും നമുക്ക് വളരെ ധൈര്യം നൽകിത്തരുന്ന ഒരു കാര്യമാണ്. അതെ, നമുക്ക് വേണ്ടി പ്രാർത്ഥന കേട്ട് മറുപടി നൽകുന്ന ഒരു ദൈവം നമുക്കായി ജീവിക്കുന്നു. എന്നാൽ ഈ വാക്യം നാം സശ്രദ്ധം വീക്ഷിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയ്ക്ക് അല്ലെങ്കിൽ നാം പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും പെട്ടെന്ന് മറുപടി ലഭിക്കുവാൻ നാം ആഗ്രഹിക്കുന്നു എങ്കിലും അങ്ങനെ പെട്ടെന്ന് മറുപടി ലഭിക്കണം എന്ന് ഇല്ല. ഇവിടെ നാം ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു വാക്ക് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതാ, ഇപ്പോൾ ദൈവം എന്നെ രക്ഷിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ കാത്തു ഇരുന്നു. അതാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വാക്ക്. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് നാം പ്രതീക്ഷിക്കുന്ന വേഗത്തിൽ മറുപടി ലഭിക്കുകയില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും എല്ലാ കാര്യങ്ങൾക്കും. എന്നാൽ ചില വിഷയങ്ങൾക്ക് നമുക്ക് വളരെ വേഗം മറുപടി ലഭിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ നോക്കിയാൽ ഏലിയാവിൻ്റെ ജീവിതം നാം നോക്കിയാൽ ഏലിയാവിന് കർമ്മേൽ പർവ്വതത്തിൽ വെച്ച് ഏലിയാവ് പ്രാർത്ഥിക്കുമ്പോൾ വളരെ വേഗം മറുപടി ലഭിച്ചു. തീ ഇറങ്ങി, ആകാശത്ത് നിന്ന് തീ ഇറങ്ങി യാഗത്തെ ദഹിപ്പിച്ചു. എന്നാൽ ചില സമയം കഴിഞ്ഞപ്പോൾ ഏലിയാവ് മഴയ്ക്കായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചപ്പോൾ മറുപടി ലഭിച്ചില്ല. നമുക്കവിടെ കാണാൻ കഴിയും. മേഘം ഉയരുന്നുണ്ടോ എന്ന് നോക്കുവാൻ 7 പ്രാവശ്യം ബാല്യക്കാരനെ അയക്കേണ്ടി വരുന്നത് നമുക്ക് കാണാൻ കഴിയും. തൻ ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്ന് എന്നെ എടുത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോഴും അതിന് അതേ ആശയത്തിൽ മറുപടി ലഭിക്കുന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നാം മനസ്സിലാക്കണം, നമുക്ക് അനേക പ്രശ്നങ്ങൾ, ആവശ്യങ്ങൾ ഉണ്ട് എങ്കിലും അതിന് വളരെ വേഗം മറുപടി നാം ആഗ്രഹിക്കുന്നെങ്കിലും ഒരുപക്ഷെ ദൈവം വളരെ വേഗം നമുക്ക് മറുപടി നൽകുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ 75-ാമത്തെ വയസ്സിൽ സാറയിൽ കൂടി ഒരു മകനെ ലഭിക്കും എന്ന് ദൈവം വാഗ്ദത്തം ചെയ്യുന്നുണ്ട്. എന്നാൽ നമുക്ക് കാണാൻ കഴിയും തീർച്ചയായിട്ടും അബ്രഹാമിന് 75 വയസ്സും സാറയ്ക്ക് ഏകദേശം 65 വയസ്സും ഉള്ളതായ സമയത്താണ് ഈ വാഗ്ദത്തം ലഭിക്കുന്നത്. പക്ഷേ അബ്രഹാം പ്രാർത്ഥനയോടുകൂടി കാത്തിരുന്നു. ഇവിടെ സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ കാത്തിരുന്നു. പക്ഷേ അവന് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തം അനുസരിച്ചുള്ള സന്തതി ലഭിക്കുവാൻ 25 വർഷം കൂടി കാത്തിരിക്കേണ്ടി വന്നു. 25 വർഷത്തിന് ശേഷമാണ് ഇസഹാക്ക് ജനിച്ചത്. എന്നാൽ അതിനു മുമ്പ് ഇസ്മായേൽ ജനിക്കുന്നുണ്ട്. കുറുക്ക് വഴിയിലൂടെ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിന് വിരുദ്ധമായി കുറുക്ക് വഴിയിലൂടെ ഇസ്മായേൽ ജനിക്കുന്നുണ്ട്. അതിൻ്റെ അനന്തരഫലങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ 25 വർഷം കാത്തിരുന്നതിന് ശേഷമാണ് ദൈവത്തിൻ്റെ വാഗ്ദത്ത സന്തതിയായ ഇസഹാക്ക് ജനിക്കുന്നത്.
അപ്പോൾ തീർച്ചയായിട്ടും മറുപടി ലഭിക്കുന്നതിന് താമസമുണ്ടാകുന്നെങ്കിൽ അതിന് ദൈവീക ഉദ്ദേശമുണ്ട്. അബ്രഹാമിനെ ഒരു പിതാവാക്കാൻ ഏകദേശം 1 വർഷം മതിയായിരുന്നു ദൈവത്തിന്. പക്ഷേ വിശ്വാസികളുടെ പിതാവാക്കുവാൻ 25 വർഷം താൻ കാത്തിരിക്കേണ്ടി വന്നു. അപ്പോൾ ദൈവത്തെ ചോദ്യം ചെയ്യാതെ അബ്രഹാം അനുസരിക്കുമ്പോൾ ദൈവത്തിന് യാഗമായി തീരുവാൻ മനസ്സുള്ള ഒരു മകനെ ലഭിക്കുന്നതിന് കാരണമായി തീർന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ പ്രഭാതത്തിൽ എൻ്റെ വാക്കുകളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരുപക്ഷെ വലിയ ആവശ്യത്തിന് നടുവിൽ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുന്നവരായിരിക്കാം. എന്നാൽ നിങ്ങൾ ദൈവത്തിൻ്റെ മറുപടിക്കായി ആ മറുപടി ലഭിക്കുന്ന സമയം വരെയും കാത്തിരിക്കണം എന്ന് കാണാൻ കഴിയും. മൂന്നാമതായിട്ടൊരു ഉദാഹരണം കൂടെ ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. ഹന്നയുടെ ജീവിതത്തിൽ ഒരു മകൻ ലഭിക്കുവാനായി ഹന്ന അനേക നാളുകൾ പ്രാർത്ഥിച്ചു. പെനിനെ വല്ലാതെ വിഷമിപ്പിച്ചതായ സാഹചര്യം നമുക്ക് കാണാൻ കഴിയും. ശീലോവിൽ പോയി മനോവ്യസനത്തോടെ കരയുന്ന ഹന്നയെ നമുക്ക് കാണാൻ കഴിയും. ഹന്ന തുടർച്ചയായി ദൈവസന്നിധിയിലെ യഹോവയ്ക്കായി കാത്തിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. വളരെ കരയുന്നതും പട്ടിണി കിടന്ന് പ്രാർത്ഥിക്കുന്നതും നമുക്ക് കാണാൻ കഴിയും. അവളുടെ സഹിഷ്ണുത ദൈവം ഓർത്തു. ഇതാ ദൈവം അവൾക്കൊരു മകനെ കൊടുത്തു. ഞാൻ യഹോവയോട് ചോദിച്ചു വാങ്ങിയത് എന്ന് പറഞ്ഞ് ശമൂവേലെന്ന് ആ ബാലന് പേരിടുന്നത് നമുക്ക് കാണാൻ കഴിയും. വളരെ താമസിച്ചെങ്കിലും ലഭിച്ച മറുപടി അതിശ്രേഷ്ഠമായിരുന്നു. ദാൻ മുതൽ ബേർശേബ വരെ സകല ഇസ്രയേലിൻ്റെയും മുമ്പിൽ വിശ്വസ്തനായ ഒരു പ്രവാചകനായി ആ മകൻ വളർന്ന് വലുതാകുവാൻ ഇടയായിത്തീർന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയേ, ഹന്ന കാത്തിരുന്നപ്പോൾ, ദൈവസന്നിധിയിൽ കാത്തിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ലഭിച്ച മറുപടി അതിശ്രേഷ്ഠമായ മറുപടിയായിരുന്നു. അനേക ഉദാഹരണങ്ങൾ നമുക്ക് ദൈവവചനത്തിൽ കാണാൻ കഴിയും. ശക്കരിയാവ് എലിശബത്ത് ദമ്പതികൾ അവർ കാത്തിരുന്നു. അവർ കാത്തിരുന്ന് അവർക്ക് ലഭിച്ചതായ മറുപടി അവരുടെയും ആ എത്രയോ നാളത്തെ കാത്തിരിപ്പിന് ലഭിച്ച മറുപടി അത് ഏറ്റവും ശ്രേഷ്ഠനായ ഒരു വ്യക്തിയെ സമ്മാനിക്കുവാൻ അത് കാരണമായി തീർന്നു. ഇസ്രായേലിൽ ഇത് നമുക്ക് കാണാൻ കഴിയും. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവൻ, പ്രവാചകന്മാരിൽ മികച്ചവനായി തീർന്ന യോഹന്നാൻ സ്നാപകനെ നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നാം നീറുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ ഇരിക്കുന്നവരാകാം. എന്നാൽ ദൈവസന്നിധിയിൽ നാം നിരാശരാകാതെ തുടർമാനമായി കാത്തിരുന്ന് പ്രാർത്ഥിക്കുക. ഇവിടെ നാം വായിച്ചതുപോലെ നാം അങ്ങനെ കാത്തിരുന്നപ്പോൾ 40-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചു, അവനെങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്, നമുക്ക് മറുപടി നൽകുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് ഭാരത്തിലും പ്രയാസത്തിലും ഇരിക്കുന്ന വിശ്വാസികളെ, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിരാശരാകാതെ കാത്തിരുന്ന് പ്രാർത്ഥിക്കുക. ദൈവം നൽകുന്ന മറുപടി അതിശ്രേഷ്ഠമായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ദൈവം നിങ്ങളേവരെയും അതിനെ സഹായിക്കുമാറാകട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഇങ്ങനെ ഒരു ദിവസം ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. ഇന്ന് പകൽക്കാലം ആവശ്യമായ എല്ലാ കൃപകളും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ ദൈവസന്നിധിയിൽ കാത്തിരുന്ന് ജീവിപ്പാൻ, പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പ്രാർത്ഥന കേട്ടിരിക്കുന്നതിനായി സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ തന്നെ.